കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. പ്രസാദേട്ടൻ സ്ഥിരമായിട്ട് ഏതെങ്കിലും പെണ്ണിനെ വിളിക്കുന്നുണ്ടോന്ന് ഈ ഫോൺ നോക്കിയാൽ അറിയാം. അയ്യോ, ഹലോ. പ്രസാദ് ഉറങ്ങായിരുന്നോ? ആ, ഞാൻ കിടന്നിരുന്നു. എന്തല്ലേ? കിടന്നിട്ട് ഉറക്കം വരുന്നില്ല പ്രസാദ്. എന്ത് ചെയ്യണമെന്ന് അറിയില്ല. എന്നാ പിന്നെ പ്രസാദിനെ ഒന്ന് വിളിച്ചു നോക്കാന്ന് കരുതി. പ്രസാദ് ഉറങ്ങുവാണെങ്കിൽ ഉറങ്ങിക്കോ, ഇല്ലെങ്കിൽ ഇത്തിരി നേരം സംസാരിക്കാം. ആ, ലേക്ക് പറഞ്ഞോ. എന്താടി നീ പേടിച്ചു പോയോ? ഏയ്, അല്ല, എന്താ അവൻ ഫോണിൽ സംസാരിച്ചത്? ഒന്നും വ്യക്തമായിട്ട് കേട്ടില്ല പച്ചി. അവൻ ആരോടാ സംസാരിക്കുന്നേന്നെങ്കിലും നിനക്ക് മനസ്സിലായോ? അതും മനസ്സിലായില്ല. എല്ലാവരും ഉറങ്ങുന്ന നേരത്ത് അതോ ഇത്രയും നേരം സംസാരിക്കണമെങ്കിൽ അതാരായിരിക്കും? ആ, നിനക്കൊന്നും മനസ്സിലാവില്ല. ഇത് അവളാ, പ്രസാദിന്റെ രഹസ്യക്കാരി. അവളോടാ അവൻ ഇത്രയും നേരം സൊല്ലിയത്. അപ്പച്ചി, അവളായിരിക്കോ? സാമാന്യ ബുദ്ധി ഉപയോഗിച്ച് ചിന്തിച്ച അത് മനസ്സിലാവില്ലേ? എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഈ കാമുകിയോട് സംസാരിക്കാനാവില്ലല്ലോ. അതുകൊണ്ടാ ഇവിടെ ഉള്ളവർ ഉറങ്ങിയതിന് ശേഷം അവൻ രഹസ്യമായി അവളെ വിളിച്ച് വർത്താനം പറഞ്ഞത്. ഇത് അവള് തന്നെ. അതെ, ആണുങ്ങൾ അങ്ങനെയാ. അന്യ സ്ത്രീകളുമായി ബന്ധമുണ്ടെങ്കിലും അത് പുറത്തറിയാതെ സൂക്ഷിക്കാൻ അവർക്കൊരു പ്രത്യേക കഴിവാ. നിന്റെ ഭർത്താവിനെ അത് കുറച്ച് കൂടുതലാണെന്നാ എനിക്ക് തോന്നുന്നത്. നീ ഒന്ന് ആലോചിച്ചു നോക്കിക്കേ. അവൻ എന്ത് വിദഗ്ധമായിട്ടാ നിന്നോട് വിശ്വാസവഞ്ചന കാണിക്കുന്നേ. സാമർഥ്യമുള്ള ഭർത്താക്കന്മാർക്ക് ഭാര്യയുടെ ഉറക്കത്തിന്റെ ആഴം വരെ കൃത്യമായിട്ട് മനസ്സിലാവും. അവളെപ്പോ ഉറങ്ങും, എത്ര നേരം ആവുമ്പോ സ്വയം മറന്നുറങ്ങും, എപ്പോൾ ഉണരും, എല്ലാം വ്യക്തമായിരിക്കും. അത് മനസ്സിലാക്കി വെച്ചിട്ടാ ഭാര്യമാരുറങ്ങുമ്പോ ഭർത്താക്കന്മാര് കണ്ടവളുമാരോട് ചാറ്റിങ്ങും ചീറ്റിങ്ങും ഈ പഞ്ചാര വർത്തമാനങ്ങളൊക്കെ നടത്തുന്നത്. അവനും അത് തന്നെയാ ചെയ്യുന്നേ. പക്ഷെ പ്രസാദിനെ കുറിച്ച് നിന്റെ മനസ്സിൽ സംശയം തോന്നി തുടങ്ങിയതുകൊണ്ടാ നിനക്കുറങ്ങാൻ സാധിക്കാത്തത്. അതുകൊണ്ടേ അവന്റെ ഈ രഹസ്യ സംഭാഷണം നിനക്ക് കാണാനും കേൾക്കാനും ഒക്കെ പറ്റി. എന്റെ ദുർഗേ,
ഇനിയെങ്കിലും നീ ഈ സത്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പഠിക്കണം കേട്ടോ. അതെ, അവനൊരു രഹസ്യ ബന്ധമുണ്ടെന്ന് നിനക്കിപ്പോ ബോധ്യം വന്നില്ലേ? ഏയ്, പ്രസാദേട്ടന് മറ്റാരോടെങ്കിലും രാത്രി ഫോണിൽ സംസാരിച്ചൂടെ? ഓയ്യോ, ഈ പാതിരാത്രിക്ക് നീ അറിയാതെ അവൻ ആരോടാടി സംസാരിക്കാനുള്ളത്? വ്യക്തമായ തെളിവുകളൊന്നുമില്ലാതെ ആരെങ്കിലും പറഞ്ഞ വാക്കിന്റെ പുറത്ത് പ്രസാദേട്ടനെ സംശയിക്കാൻ പാടില്ല അപ്പച്ചി. അവനെ സംശയമില്ലാത്തത് കൊണ്ടാണോ അവൻ ഫോണിൽ സംസാരിക്കുമ്പോ അതാരാണെന്ന് അറിയാൻ വേണ്ടി നീ ഇവിടെ മറഞ്ഞു നിന്ന് ശ്രദ്ധിച്ചത്? അപ്പോ നിനക്ക് അവന് സംശയമുണ്ട്. അവൻ നിന്നെ ചതിക്കുകയാണോ എന്നുള്ളൊരാദി നിന്റെ മനസ്സിനെ അലട്ടുന്നുമുണ്ട്. എന്നാൽ അത് വിശ്വസിക്കാനും പറ്റുന്നില്ല. അതങ്ങനെയാ. ഭർത്താവിനോട് സ്നേഹമുള്ള ഭാര്യമാർക്ക് പെട്ടെന്ന് ഭർത്താവിനെ സംശയിക്കാനും പറ്റില്ല. പ്രസാദിന്റെ കള്ളി വെളിച്ചത്താവണമെങ്കില് നിനക്ക് തെളിവുകൾ വേണോ അല്ലേ? തെളിവുകൾ ഉണ്ടാക്കാം. അവളെ അവനെ ഒരുമിച്ച് കയ്യോടെ പിടിച്ച നീ വിശ്വസിക്കും? എങ്ങനെ കയ്യോടെ പിടിക്കുമെന്നല്ലേ നീ ചിന്തിക്കുന്നത്? വഴിയുണ്ട്. നാളെ മുതല് പ്രസാദിനെ അവൻ അറിയാതെ പിന്തുടരണം. അങ്ങനെ പിന്തുടർന്നാൽ അവനും അവളും കൃത്യമായും നമ്മുടെ ട്രാപ്പിൽ പെടും. അവനും അവളും തമ്മിലുള്ള അവിഹിത ബന്ധം നിനക്ക് ബോധ്യപ്പെടുകയും ചെയ്യും. എന്താ, നീ അതിന് തയ്യാറാണോ? ഞാൻ ലേഖയെ വിളിച്ചു വരുത്തിയതിന്റെ കാരണം പറയാതെ അറിയാലോ. മിസ്റ്റർ പീതാംബരൻ വെറും ഒരു പൊളിറ്റിക്കൽ ലീഡർ അല്ല, ഭരിക്കുന്ന പാർട്ടിയുടെ സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പറാണ്. അയാളുടെ ഭാര്യയാണ് മിസ്സായിരിക്കുന്നത്. ഇത് അസംബ്ലിയിൽ വരെ ഒരുപാട് ഒച്ചപ്പാടുണ്ടാക്കിയ കേസാണ്. പോലീസ് നിഷ്ക്രിയത്വം പാലിക്കുന്നു എന്ന ആരോപണവുമായി പ്രതിപക്ഷം ഇപ്പോഴും സമരം നടത്തുന്നുണ്ട്. അതൊക്കെ ലേഖ കാണുന്നുണ്ടല്ലോ അല്ലേ? താൻ ഈ കേസ് അന്വേഷിക്കാൻ തുടങ്ങിയിട്ട് നാളെത്രയായി? 6 months, 6 മാസം. അതൊരു ലോങ് പീരീഡാണ്. എന്നിട്ടും കേസ് ഇപ്പോഴും തുടങ്ങിയെടുത്ത് തന്നെയാണ് നിൽക്കുന്നത്. എന്തെങ്കിലും പുരോഗമനം ഈ കേസിലുണ്ടായിട്ടുണ്ടോ? ഹോം മിനിസ്റ്റർ നേരിട്ടാണ് വിളിച്ചു ചോദിക്കുന്നത് ഈ കേസ് എന്തായെന്ന്. ഞാൻ എന്ത് മറുപടിയാണ് പറയേണ്ടത്? നാണക്കേട്. ഇത് നമ്മുടെ ഡിപ്പാർട്ട്മെന്റിന് മുഴുവൻ നാണക്കേടാണ്. അതിന് കാരണം താനാണ്. ഇറസ്പോൺസിബിൾ. ഇത്രയും നിസ്സാരമായ ഒരു കേസ് അന്വേഷിച്ച് കണ്ടെത്താൻ സാധിക്കുന്നില്ലെങ്കിൽ താനൊക്കെ യൂണിഫോം ഊരി വെച്ചിട്ട് വേറെ വല്ല ജോലിക്ക് പോയിക്കൂടെ? പീതാംബരന്റെ ഭാര്യ എവിടെ പോയി? അവരെ എന്തുകൊണ്ട് കാണാനില്ല? Come on, answer me. Sir, we are in investigation. താനൊരു കാര്യം ചെയ്യും, പാഴൂർ പടിപ്പുരയിൽ പോയി കവടി നരത്ത് നോക്ക്, ഉത്തരം കിട്ടും. I will give you 1 week. Within that, ഈ കേസിന്റെ നിജസ്ഥിതി എന്താണെന്ന് അറിഞ്ഞ് ഈ കേസ് വൈൻഡ് അപ്പ് ചെയ്തിരിക്കണം. അല്ലാത്ത പക്ഷം ഈ യൂണിഫോമിന്റെ ഭാരമില്ലാതെ തനിക്ക് കുറച്ചുനാൾ വീട്ടിലിരിക്കാം. മനസ്സിലായല്ലോ? ഒരാഴ്ചക്കുള്ളിൽ ഈ കേസ് തെളിയിച്ചില്ലെങ്കിൽ തനിക്ക് സസ്പെൻഷനാണ്. അമ്മ വന്നില്ലല്ലോ. സുലുവാൻറ്റി പോയിട്ടേ അമ്മയെ വിളിച്ചിട്ടോ? വേണ്ട, അവളിപ്പോ വിളിക്കണ്ട. ആഹാരത്തിന്റെ മുന്നിലിരുന്ന് അവളുമായിട്ട് വഴക്കൂടാൻ എനിക്ക് വയ്യ. എന്താ ചെയ്ത്? ഞാൻ കഴിച്ചതിന് ശേഷം അവളെ വിളിച്ചാൽ മതി. ഹലോ, പ്ലീസ് ഹോൾഡ് ഓൺ. നീ കഴിക്ക, ഞാനിപ്പോൾ വരാം. പറ.
സിൽവാൻറ്റി തുളസിയെ കൂടെ വിളിക്കേ. തുളസി വരുമെന്ന് തോന്നുന്നില്ല മോനെ. തുളസി ആന്റി വിളിച്ചിരുന്നോ? ഞാൻ ഇപ്പൊ പോയി അവളെ വിളിച്ചതേയുള്ളൂ. ഇങ്ങോട്ട് വരില്ലെന്ന വാശിയില്ല തുളസി. ഓ അത് ശരി. എന്നാലേ ഞാൻ പോയി തുളസി വിളിച്ചോളാം. തുളസി വരില്ല ആദി. ആദി, നിങ്ങൾ തമ്മിൽ എന്തിനാ ഇത്ര പിണക്കം? ഇന്നലെ രാത്രി തുളസി കിച്ചണിലാ കിടന്നതല്ലേ? എന്തോ ഗൗരവമായ വിഷയമുണ്ട്. അല്ലാതെ ഇവര് തമ്മിൽ പിണങ്ങില്ല. എന്തായിരിക്കും കാരണം? തുളസി, നീ എന്താ ഇവിടെ ഇരുന്ന് കഴിക്കുന്നത്? വേലക്കാരുടെ സ്ഥാനം ഇവിടെയാ, കിച്ചണില്. ദേ, പ്രഗ്നന്റ് ആയിട്ടിരിക്കുമ്പോ ഈ തണുത്ത നിലത്തിരുന്ന് ആഹാരം കഴിക്കുന്നത് ശരിയാണോ? അതൊന്നും എനിക്കറിയില്ല. ദേ, നീ ഇവിടുന്ന് എഴുന്നേറ്റ് വന്നേ. എന്നിട്ട് ആ ഡൈനിങ് ടേബിളിൽ പോയിരുന്ന് കഴിക്കും. എന്നെ പോലുള്ളവരെ അവിടെ ഒന്നും ഇരുന്ന് കഴിക്കാൻ പാടില്ല. ഞാൻ ഇവിടെ ഇരുന്ന് കഴിച്ചോളാം. തുളസി, നമ്മുടെ കുഞ്ഞിനെ ഓർത്തെങ്കിലും നീ ഈ വാശി അങ്ങ് ഉപേക്ഷിക്കുക. എടി, നീ ഇപ്പൊ നമ്മുടെ കുഞ്ഞിന് അപകടം ഉണ്ടാക്കുകയാണോ? നിനക്ക് നമ്മുടെ കുഞ്ഞിന്റെ ആരോഗ്യത്തെക്കുറിച്ച് ഒരു ശ്രദ്ധയില്ലേ? കുഞ്ഞിനേക്കാളും വലുതാണോ ഈ വാശിയും വിദ്വേഷമൊക്കെ? കുഞ്ഞ് തന്നെ വലുത്. കുഞ്ഞിനെ ഓർത്ത് മാത്രമാ ഞാൻ ആഹാരം കഴിക്കുന്നതും. ഇനി എന്റെ ജീവിതത്തിൽ എനിക്ക് ഈ കുഞ്ഞ് മാത്രമേ ഉള്ളൂ. ഇതിന് എനിക്ക് ജീവനോടെ വേണം. എനിക്ക് കുഞ്ഞിന് ജന്മം നൽകണം. ഇതിനെ എനിക്ക് സ്നേഹിച്ച് വളർത്തണം. അമ്മയുടെ സ്നേഹം ആവോളം എന്റെ കുഞ്ഞ് അനുഭവിക്കണം. എന്റെ അമ്മയുടെ സ്നേഹം ഞാൻ അറിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇപ്പൊ എനിക്ക് ആ സ്നേഹത്തിന്റെ വില നന്നായിട്ട് അറിയാം. എന്റെ അനുഭവം ഒരിക്കലും എന്റെ കുഞ്ഞിനുണ്ടാവില്ല. ഞാൻ ഒരിക്കലും എന്റെ അമ്മയെ പോലാവില്ല. എന്നിട്ടാണോ നീ ഈ നിലത്തിരുന്ന് കഴിക്കുന്നത്? അതെ, കുഞ്ഞിന്റെ കാര്യോർത്ത് നീ അധികം ടെൻഷൻ ആവുമൊന്നും വേണ്ട. ഞാൻ പറഞ്ഞാൽ മറന്നുപോയാ? നിനക്കിനി ഈ കുഞ്ഞുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല. അത് ഞാൻ അടിവരയിട്ട് ഉറപ്പിച്ചതാ. ഇനി അതിൽ യാതൊരു മാറ്റം ഉണ്ടാവില്ല. അതുകൊണ്ട് എന്നോട് വിശേഷങ്ങൾ തിരക്കാനും എന്നെ ഉപദേശിക്കാനും നീ വരണ്ട. ഹലോ. ആ, ഞാൻ ഇറങ്ങുക. കണ്ടില്ലേ അവൻ പോയത്? അവൻ എങ്ങോട്ടാ പോയത്? ഏതായാലും ഓഫീസിലേക്കല്ലേ. ഓഫീസിലേക്കാണെങ്കിൽ അവൻ യൂണിഫോം ഇട്ടിട്ടല്ലേ പോകത്തുള്ളൂ. ഇതിപ്പോ യൂണിഫോം ഇല്ലാതല്ലേ പോയത്. അപ്പൊ പിന്നെ അവൻ എവിടേക്കായിരിക്കും പോയത്? ഏതെങ്കിലും പേഴ്സണൽ മീറ്റിംഗ് ഉണ്ടായിരിക്കും. പേഴ്സണൽ മീറ്റിംഗ് ഉണ്ട് അവന്റെ കാമുകിയായിട്ട്. അതിന് അവൻ ഇങ്ങനെ ഒരുങ്ങിക്കെട്ടി പോകുന്നേ. ഒരു ഫോൺ വന്നിട്ട് അവൻ ഇറങ്ങിയത് അത് നിനക്കറിയൂ? ആ, അവളായിരിക്കും. അവനെ കാണാതിരിക്കാൻ പറ്റുന്നുണ്ടാവില്ല. അതുകൊണ്ടാ ഫോൺ വന്ന ഉടനെ വാലിന് തീ പിടിച്ച പോലെ അവൻ ഓടുന്നേ. അപ്പച്ചി, ഞാൻ പറഞ്ഞല്ലോ പ്രസാദേട്ടനെ സംശയിച്ച് അപഖ്യാതി പറഞ്ഞുണ്ടാക്കരുതെന്ന്. ഓ, ഞാൻ പറഞ്ഞത് അപഖ്യാണ്. നീ വാ,
നമുക്ക് ഇപ്പൊ തന്നെ അവന്റെ പിന്നാലെ അവൻ അറിയാതെ വെച്ചു പിടിക്കാം. ഹാ, അവൻ എവിടെ പോകുന്നതെന്ന് നേരിട്ട് കണ്ട് ബോധ്യപ്പെടാലോ. ഇതിലങ്ങനെ സംശയിക്കാനൊന്നുമില്ല. അവൻ അവളെ കാണാൻ തന്നെയാ പോയത്. ഇപ്പൊ പോയ രണ്ടിനെയും കൈയോടെ പിടികൂടാ. നീ വാ. ഇല്ല, ഞാൻ എങ്ങോട്ടുമില്ല. ദുർഗെ, നീ ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. അവൻ നിന്നെ ചതിക്കുക. ആ ചതി നീ അറിഞ്ഞുവെന്ന് അവന് ബോധ്യപ്പെടണം. പ്രസാദേട്ടൻ എന്നെ ചതിക്കില്ല അപ്പച്ചി. ആ, എന്നെ തള്ളി പറഞ്ഞു എന്ന് വരാം. പ്രസാദേട്ടന്റെ ജീവിതത്തിൽ നിന്ന് എന്നെ ഒഴിവാക്കിയെന്നും വരാം. പക്ഷേ ഒരിക്കലും എന്നെ ചതിക്കില്ല. വാ, ഷോ എന്റെ ഗുരുവായൂരപ്പ, നീ ഇങ്ങനെ ഒരു ശുദ്ധഗതിക്കാരിയായി പോയല്ലോ എന്റെ ദുർഗെ. പാഷാണം കലക്കി തന്ന് പാലാണെന്ന് പറഞ്ഞ അത് നീ കണ്ണു അടച്ചു കുടിക്കുമെന്ന് അവനറിയാം. അതുകൊണ്ടാ അവൻ ഇത്ര അനായാസമായിട്ട് നിന്നെ പറ്റിക്കുന്നെ. നീ ഇങ്ങനൊരു പൊട്ടിയാവാതെ ഞാൻ പറയുന്നു ഒന്ന് കേക്ക്. നീ വാ, നമുക്ക് അവൻ എവിടേക്കാ പോയതെന്ന് അന്വേഷിക്കാം. വാ. ഞാൻ വരില്ല. എന്റെ കൊച്ചൻ നിന്നോട് വരാനാ പറഞ്ഞത്. അപ്പച്ചി എന്നെ നിർബന്ധിക്കണ്ട, ഞാൻ വരില്ല. അപ്പൊ നിന്റെ ഭർത്താവിനെ അവള് തട്ടിയെടുത്താലും നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലേ? എന്റെ ഭർത്താവിനെ ഒരു പെണ്ണും തട്ടിയെടുക്കില്ല. അതിന് വഴങ്ങി കൊടുക്കുന്ന ഒരാളല്ല പ്രസാദേട്ടൻ. അയ്യോ എന്റെ ഗുരുവായൂരപ്പ, നല്ലത് പറഞ്ഞ ഇവിടെ തലയിൽ കേറത്തില്ലല്ലോ. എന്റെ ദുർഗയെ നേരം പാഴാക്കല്ലേ, അവൻ അവന്റെ പാട്ടിന് പോവും. അപ്പച്ചി ഒന്ന് നിർത്തുന്നുണ്ടോ? ഹാ, ഇപ്പൊ ഞാനായി കുറ്റക്കാരി. വേണ്ട, ഇനി ഞാനായിട്ട് ഒന്നും പറയുന്നില്ല. നീ ആ അനുഭവം കൊണ്ടേ പഠിക്കൂ. ഞാൻ പറഞ്ഞതിൽ കാര്യമുണ്ടെന്ന് നിനക്കധികം വൈകാതെ തന്നെ ബോധ്യപ്പെട്ടോളൂ. അന്ന് നീ കരഞ്ഞുകൊണ്ട് എന്റെ മുന്നിൽ വന്ന് നിൽക്കും. എന്താ നോക്കിക്കും. ആ, മിണ്ടാരടി. ആ, DGP കണ്ടിട്ട്? ഓ, എന്ത് പറയാനാ, ഈ സ്കോൾഡഡ് മീ. അങ്ങനെ പറഞ്ഞാ പോരാ, ഈ ഇൻസൾട്ടഡ് മീ. ഓ, യൂണിഫോം ഊരി വെച്ചിട്ട് വേറെന്തെങ്കിലും ജോലിക്ക് പോകാൻ പറഞ്ഞു. ആ, അല്ലെങ്കിലും സാറിന് മൂക്കത്ത ദേഷ്യം പോരാത്തതിന് ഈ കേസിന്റെ പേരിൽ പുള്ളിക്ക് നല്ല പ്രഷറും ഉണ്ടാവും. ഐ നോ. എന്ത് പറയാനാ പ്രസാദ്, ഇത് നേരത്തെ ക്ലോസ് ചെയ്യാനുള്ള കേസായിരുന്നു. അതിനിടയിലാ രാജീവിന്റെ ഫിസിക്കൽ ടോർച്ചർ കാരണം ഞാൻ ഹോസ്പിറ്റലൈസ്ഡ് ആയത്. അതിനുശേഷം രാജീവിന്റെ മരണം. പെട്ടെന്ന് ആ മരണം ഉണ്ടായപ്പോ ഞാൻ വല്ലാതെ ഷോക്കായിപ്പോയി. എനിക്ക് ആ കേസ് ശരിയായി ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ സാധിച്ചില്ല. ഇതൊന്നും DGPയോട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ലേഖ നിരാശപ്പെടാതിരിക്കേ, ഈ കേസ് നിനക്ക് തെളിയിക്കാനാവും. ആ പൊളിറ്റീഷ്യന്റെ വൈഫ് മിസ്സായിട്ട് 4 മാസമായി. അയാളാണെങ്കിൽ അയാളുടെ അനുയായികളെ കൊണ്ട് നാട് മുഴുവൻ അന്വേഷിപ്പിച്ചു. ഒരു റിസൾട്ടും ഉണ്ടായില്ല. ആ സ്ത്രീ എങ്ങോട്ടാ പോയതെന്ന് ഒരു ക്ലൂ പോലും കണ്ടെത്താനായില്ല. ആ സ്ഥിതിക്ക് വെറും 1 വീക്ക് കൊണ്ട് ഞാൻ എങ്ങനെ അവരെ കണ്ടെത്തും? ഒരാഴ്ചയ്ക്കുള്ളിൽ ഈ കേസ് തെളിയിച്ചില്ലെങ്കിൽ എനിക്ക് എന്തായാലും സസ്പെൻഷൻ കിട്ടും. നീ കോൺഫിഡന്റ് ആയിട്ടിരിക്കേ, നിന്റെ ജോലിയൊന്നും നിനക്ക് നഷ്ടമാവില്ല. ഒരാഴ്ചക്കുള്ളിൽ തന്നെ നീ ഈ കേസ് തെളിയിച്ചിരിക്കും. ഞാനാ പറയുന്നത്, വറീഡാവണ്ട. നിന്റെ ഒപ്പം ഞാനുണ്ട്. പോരെ? ആരും അറിയാതെ ഈ കേസിന്റെ അന്വേഷണത്തിൽ ഞാൻ നിന്നെ സഹായിക്കാം. റിയലി? നീ എന്റെ ഫ്രണ്ടായി പോയില്ലേ? അപ്പൊ പിന്നെ ഇങ്ങനൊരു സിറ്റുവേഷനിൽ നിന്നെ കൈവിടാൻ പറ്റുമോ? പ്രസാദനെ സഹായിക്കാന്ന് പറഞ്ഞപ്പോ എനിക്ക് ധൈര്യമായി. നീ ഒരിക്കൽ കൂടി ആ നേതാവിന്റെ അടുത്ത് ചെല്ലണം. അയാളുടെയും അവിടെ ഉള്ളവരുടെയും സ്റ്റേറ്റ്മെന്റ്സ് ഒന്നുകൂടി എടുത്തേക്കണം. എന്നിട്ട് ആ പഴയ സ്റ്റേറ്റ്മെന്റ്സും ഇപ്പൊ എടുത്ത സ്റ്റേറ്റ്മെന്റ്സും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ എന്ന് പരിശോധിക്കണം. ഇനി അധികം സമയമില്ല.
ഞാൻ ACP ലേഖ. പീതാംബരൻ സാർ ഇല്ലേ ഇവിടെ? സാർ അകത്തുണ്ട്. എനിക്ക് അദ്ദേഹത്തെ ഒന്ന് കാണണം. വരണം മാഡം. ഇരിക്കണം മാഡം, ഞാൻ സാറിനെ വിളിച്ചിട്ട് വരാം. ഗുഡ് മോർണിംഗ് മാഡം. ഗുഡ് മോർണിംഗ് സർ. ഇരിക്കണം. വിലാസിനി, മാഡത്തിന് കുടിക്കാൻ എന്തെങ്കിലും എടുക്ക്. എന്താ വേണ്ടത്? ടീ, കോഫി, കൂൾ ഡ്രിങ്ക്സ്? നോ താങ്ക്സ്, ഒന്നും വേണ്ട. സോറി സർ, അന്വേഷണം കുറച്ച് വൈകിപ്പോയി. കുറച്ചൊന്നുമല്ല, 6 മാസം കഴിഞ്ഞു. എന്നിട്ടും അവൾ എവിടെ പോയി എന്നുള്ളതിനെ കുറിച്ച് ഒരു വിവരവും കിട്ടിയില്ലല്ലോ. ഒരു മാൻ മിസ്സിംഗ് കേസ് 6 മാസമായിട്ടും അന്വേഷിച്ച് കണ്ടെത്താൻ സാധിച്ചില്ലെങ്കിൽ പിന്നെ എന്തിനാ ഇങ്ങനെയൊരു ഡിപ്പാർട്ട്മെന്റ്? സ്കോട്ട്ലാൻഡ് യാർഡ് പോലീസിന് തുല്യമാണെന്നാണല്ലോ പറച്ചില്. എന്നിട്ടും ആ ബ്രില്യൻസ് ഒക്കെ എവിടെ പോയി? നിങ്ങളൊക്കെ ഈ യൂണിഫോം ഇട്ട് എന്താ ചെയ്യുന്നത്? എന്നെപ്പോലൊരു പൊതുപ്രവർത്തകന്റെ അവസ്ഥ ഇതാണെങ്കിൽ സാധാരണക്കാർ നിങ്ങളെ എങ്ങനെ ട്രസ്റ്റ് ചെയ്യും? പറയണം. ഈ കേസ് തെളിയിക്കാൻ നിങ്ങൾക്ക് സാധിക്കുമോ? അതോ ഇത് തെളിയിക്കാൻ ക്രൈംബ്രാഞ്ചോ CBIയോ വേണ്ടി വരുമോ? ഒന്നും വേണ്ട സർ, ഞങ്ങൾ തന്നെ തെളിയിക്കും. ഞാൻ തെളിയിക്കും. എനിക്ക് വിശ്വാസമില്ല. ഇത്രയും നാൾ തെളിയിക്കാൻ സാധിക്കാത്ത നിങ്ങൾ എങ്ങനെ പെട്ടെന്ന് തെളിയിക്കും? സർ, എന്നെ വിശ്വസിക്കണം. ശരി, പറയൂ. ഇപ്പൊ എന്താ വേണ്ടത്? എനിക്ക് കുറച്ച് കാര്യങ്ങൾ അറിയണം. ചോദിക്കൂ.